ഹലോ എവ്രി വൺ, വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. സോ ഇന്ന് നോക്കാൻ പോകുന്നത് എന്താണ് പ്രേക്ഷകരുടെ സ്പിരിറ്റ് ഗൈഡ്സ് ആൻഡ് ഗാർഡിയൻ ഏഞ്ചൽസ് തരാൻ ആഗ്രഹിക്കുന്ന ഗൈഡൻസ്. എൻ്റെ ഈ ചാനലിൽ പുതിയ ജോയിൻ ചെയ്ത പ്രേക്ഷകർ അറിയാൻ എൻ്റെ മറ്റൊരു ചാനലായ എൻലൈറ്റൻ എൻചാൻറ്റഡ് 1111 അവിടെ പിക്ക് എ കാർഡ് റീഡിങ്സ് ആണ് ഇടാറുള്ളത്. കണ്ടു നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ കണ്ടു നോക്കൂ. ആ ഒരു ചാനലിലെ പ്ലേലിസ്റ്റിൽ ഏറെ സ്വിച്ച് വേർഡ്സ് ഉണ്ട്. ജീവിതത്തിലെ ഓൾമോസ്റ്റ് എല്ലാ പ്രശ്നങ്ങൾക്കും ഉള്ള പരിഹാരമാണ് ആ ഒരു പ്ലേലിസ്റ്റ്. ഓക്കെ, അവിടെ ഏറെ സ്വിച്ച് വേർഡ്സ്, ഹീലിംഗ് നമ്പേഴ്സ് നൽകിയിട്ടുണ്ട്. പ്രേക്ഷകർ ഓരോന്ന് കണ്ടു നോക്കുക, നിങ്ങളുടെ ഒരു ബുക്കിൽ എഴുതിയെടുക്കുക, ഇൻറ്റൻഷൻ വെക്കുക. ഓക്കെ, ഓരോ സ്വിച്ച് വേർഡിനും ഇൻറ്റൻഷൻ വെക്കുക ആൻഡ് ഇൻറ്റൻഷൻ വെച്ചിട്ട് ഈ സ്വിച്ച് വേർഡ്സ് ചൊല്ലുക. ഹീലിംഗ് നമ്പേഴ്സ് ചൊല്ലുക. ഹീലിംഗ് നമ്പേഴ്സ് ആണെങ്കിൽ നിങ്ങളുടെ ലെഫ്റ്റ് ബോഡി പാർട്ടിൽ ഓക്കെ എഴുതുക. സോ ഓരോ വീഡിയോയിലും അതിൻ്റെതായ എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പറഞ്ഞിട്ടുണ്ട്, പ്രത്യേകിച്ചൊന്നുമില്ല. ബട്ട് ഹീലിംഗ് നമ്പേഴ്സ് നിങ്ങൾ എഴുതുന്നുണ്ടെങ്കിൽ ഏത് പെൻ വെച്ചാണ് എഴുതേണ്ടത് ഇതെല്ലാം അറിയിച്ചിട്ടുണ്ട്. ഓക്കെ, സോ അത് കണ്ടു നോക്കുക. സോ ലെറ്റ്സ് സീ എന്താണ് ഗൈഡൻസ്. Take one more, I guess. Yeah. I surrender it all. Okay, so പ്രേക്ഷകരുടെ ആദ്യത്തെ ഗൈഡൻസ് ആണ് സറണ്ടർ ചെയ്യൂ. എന്ത് വിഷമമാണോ ഏറെ ബുദ്ധിമുട്ടിക്കുന്നത്, എന്ത് കാര്യമാണോ എപ്പോഴും മൈൻഡിൽ വന്നുകൊണ്ടിരിക്കുന്നത്, എന്ത് സ്ട്രഗിൾ ആണോ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ എപ്പോഴും നിങ്ങൾക്ക് സ്ട്രഗിളാണ്, ഏറെ ബുദ്ധിമുട്ടാണ്, ഏറെ വിഷമമാണ്, എപ്പോഴും എന്തെങ്കിലുമൊക്കെ ബ്ലോക്കേജ് ആണ്, സറണ്ടർ ചെയ്യൂ. യൂണിവേഴ്സിലേക്ക് സറണ്ടർ ചെയ്യൂ. ഓക്കെ, ഈ ഒരു ടൈം പീരീഡ് ബിക്കോസ് 7th ഫുൾ മൂൺ ആയിരുന്നു. ഓക്കെ, 6th and 7th ഫുൾ മൂൺ ആയിരുന്നു. ഈ 7th തൊട്ട് അടുത്ത ന്യൂ മൂൺ ദാറ്റ് ഈസ് 20ാം തീയതി വരെ നല്ല സമയമാണ് സറണ്ടർ ചെയ്യാൻ, ഹീലിങ്സ് ചെയ്യാൻ, ബ്ലോക്കേജസ് റിലീസ് ചെയ്യാൻ, കോഡ് കട്ടിങ് ചെയ്യാൻ. ഓക്കെ, ചെയ്യൂ. ഓൾ റൈറ്റ്. സെക്കൻഡ് വൺ, വെൻ ഐ മൂവ് മൈ ബോഡി ഐ ബസ് ത്രൂ ഓൾ ദാറ്റ് ബ്ലോക്സ് മീ ഫ്രം മൈ ട്രൂ ഹെൽത്ത് ആൻഡ് വിറ്റാലിറ്റി. സോ പ്രേക്ഷകർ ഏറെ ബുദ്ധിമുട്ട്, ഏറെ സ്ട്രഗിൾ, ഏറെ ഇമോഷണൽ വൂൺസ് ഉള്ള പ്രേക്ഷകർ, നിങ്ങളുടെ ഇമോഷണൽ വൂൺസ് നിങ്ങളുടെ ബോഡിയിൽ സ്റ്റോർ ആയിരിക്കുകയാണ്, നിങ്ങളുടെ ശരീരത്തിൽ സ്റ്റോർ ആയിരിക്കുകയാണ്. ഇവിടെ പറയുന്നത് നിങ്ങളുടെ ബോഡി മൂവ് ചെയ്യൂ. ദാറ്റ് ഈസ് ഐദർ എക്സസൈസ് ചെയ്യൂ, ഡാൻസ് ചെയ്യൂ, പാട്ട് പാടുന്നവരാണെങ്കിൽ പാട്ട് പാടൂ. ഓക്കെ, പക്ഷേ ഒരിടത്ത് ഇരുന്ന് അല്ലെങ്കിൽ എപ്പോഴും നിങ്ങൾ റൂട്ടീനിൽ ചെയ്യുന്ന കാര്യങ്ങൾ അല്ലാതെ ചില കാര്യങ്ങൾ ചെയ്യൂ. നിങ്ങളുടെ ബോഡിക്ക് ഏറെ ആവശ്യമാണ് നിങ്ങളുടെ ബോഡി ഒന്ന് എനർജറ്റിക്കലി ഷിഫ്റ്റ് ആക്കാൻ. ഓക്കെ, നിങ്ങളത് ചെയ്ത് കഴിയുമ്പോഴാണ് നിങ്ങളുടെ ആ ബ്ലോക്സ് മാറിക്കിട്ടുന്നതും ആൻഡ് നിങ്ങളുടെ ഹെൽത്ത് നല്ലതാകുന്നതും. സോ ഹെൽത്ത് ഇഷ്യൂസ് ഏറെയുള്ള പ്രേക്ഷകരാണ്. ഓക്കെ, ആൻഡ് ദ തേർഡ് കാർഡ്, മൈ ഹാപ്പിനെസ് ക്യാൻ ബി മെഷേർഡ് ബൈ ദ ലെവൽ ഓഫ് മൈ ഫെയ്ത്ത് ഇൻ ലവ്. നൗ ലവ് ഡസൻറ്റ് മീൻ ദാറ്റ് നിങ്ങളുടെ പാർട്ട്ണറുമായിട്ടുള്ള ലവ്. ഇഫ് നിങ്ങളുടെ പാർട്ട്ണറിൽ നിന്ന് നിങ്ങൾക്ക് ബുദ്ധിമുട്ട് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ആ ലവിനെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്. ഇവിടെ ലവിനെ കുറിച്ച് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളിൽ വിശ്വാസം, ദൈവത്തിൻ്റെ സ്നേഹത്തിൽ വിശ്വാസം. ഓക്കെ, നിങ്ങളെ സ്നേഹിക്കുന്ന ആൾക്കാരിൽ വിശ്വാസം. ഓക്കെ, ആ വിശ്വാസമാണ് നിങ്ങളുടെ സന്തോഷം കൂട്ടുന്നത്. ഓക്കെ, ആൻഡ് സപ്പോസ് നിങ്ങൾ പ്രേക്ഷകർക്ക് ആരുമില്ല സപ്പോർട്ട് ചെയ്യാൻ, ദെൻ മനസ്സിലാക്കൂ, ഒരു എനർജി, ഒരു ഡിവൈൻ യൂണിവേഴ്സ്, ദൈവം, നിങ്ങൾ എന്താണോ വിളിക്കുന്നത്, ഏഞ്ചൽസ്, സ്പിരിറ്റ് ഗൈഡ്സ്, ഓക്കെ, അവർ നിങ്ങൾക്കൊപ്പമുണ്ട്. അതുകൊണ്ടാണല്ലോ നിങ്ങളിപ്പോൾ ഈ വീഡിയോ കാണുന്നത്, റൈറ്റ്? സോ അവർ നിങ്ങൾക്കൊപ്പമുണ്ട്. സോ ബി ഹാപ്പി. ഓക്കെ, ഓൾ റൈറ്റ്. സോ നമുക്ക് നോക്കാം എന്ത് ഗൈഡൻസ് ആണ് സ്പിരിറ്റ് ഗൈഡ്സ് നൽകുന്നത്. ഓക്കെ, റൈറ്റ്, യെസ്, ഇമോഷണൽ വൂൺസ് ഏറെയുള്ള പ്രേക്ഷകരാണ്. ആൻഡ് ഈ പ്രേക്ഷകർ ഓക്കെ ഹാർട്ട് ബ്രേക്ക് ആയവർ, ചതി വഞ്ചന നേരിട്ടവർ, നിങ്ങൾ വിശ്വസിക്കുന്ന ആൾക്കാർ നിങ്ങളോട് കള്ളം പറയുകയും പല ബുദ്ധിമുട്ടുകളിൽ നിങ്ങളെ കൊണ്ടെത്തിച്ചവർ. ഓക്കെ,
സോ ആ ബുദ്ധിമുട്ട്, ആ വിഷമം നിങ്ങളുടെ ഹാർട്ട് ചക്രയിൽ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. ഓക്കെ, ആൻഡ് അത് റിലീസ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. പ്രേക്ഷകർക്ക് അറിയാമായിരിക്കാം, നമ്മുടെ ഇമോഷണൽ പെയിൻ, നമ്മൾ എന്താണോ വിഷമങ്ങൾ അനുഭവിക്കുന്നത്, ഈ വിഷമങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ഫിസിക്കൽ പെയിനായിട്ട് വരുന്നത്. ഫിസിക്കലി നിങ്ങൾ നേരിടുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും ഏതെങ്കിലുമൊക്കെ രീതിയിൽ നിങ്ങളുടെ മനസ്സിൽ ഇരുന്നു പോയ ബുദ്ധിമുട്ട്, വിഷമങ്ങളാണ്. അതുകൊണ്ടാണ് പറയുന്നത് സറണ്ടർ ചെയ്യൂ, ഡാൻസ് സ്റ്റെപ്പ് ചെയ്യൂ. നിങ്ങളുടെ ബോഡി മൂവ് ആവേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡാൻസ് ചെയ്യാൻ പറ്റാത്തവർ എക്സസൈസ് ചെയ്യൂ. ആൻഡ് എത്ര സന്തോഷിക്കാൻ പറ്റും, ആൻഡ് അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ചില സ്റ്റെപ്സ് എടുത്തേ മതിയാകൂ. ഓക്കെ, ആയത് നിങ്ങളെ സ്നേഹിക്കുന്ന ആൾക്കാർ, ഏത് ആൾക്കാരുടെ അടുത്ത് നിങ്ങൾ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് സന്തോഷം കിട്ടുന്നു എന്ന് വെച്ച് നിങ്ങളെ ചതി വഞ്ചനയിൽ എറിഞ്ഞവരുടെ അടുത്താണ് നിങ്ങൾക്ക് സന്തോഷം കിട്ടുന്നതെന്ന് പറഞ്ഞാൽ അവരുടെ അടുത്ത് പോയി ഇരിക്കാനല്ല ഇവിടെ പറയുന്നത്. ഓക്കെ, ഇവിടെ പറയുന്നത് നിങ്ങളെ ശരിക്കും മനസ്സിലാക്കുന്ന, നിങ്ങളെ ശരിക്കും സ്നേഹിക്കുന്ന ആൾക്കാർ നിങ്ങൾക്കൊപ്പമുണ്ടെങ്കിൽ അവരുടെ കൂടെ സമയം ചെലവാക്കൂ. ഓക്കെ, അവരുടെ അടുത്ത് ഇരിക്കൂ, അവരോട് സംസാരിക്കൂ. അങ്ങനത്തെ ആൾക്കാർ നിങ്ങളുടെ കയ്യിൽ ഇല്ല എന്നുണ്ടെങ്കിൽ, ഓക്കെ, നിങ്ങൾക്കില്ല എന്നുണ്ടെങ്കിൽ കോമഡി സീൻസ്, കോമഡി സീരിയൽസ്, ജോക്സ്, ഓക്കെ, അത് കാണും. ദാറ്റ് വിൽ ബി ഹൈലി ഇമ്പോർട്ടൻറ്റ് ഫോർ യു. നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ഹാർട്ട് റിലേറ്റഡ് ഇഷ്യൂസ് ഡെവലപ്പ് ചെയ്യാൻ സാധ്യതയുണ്ട്. സോ ബി കെയർഫുൾ. ക്വീൻ ഓഫ് സോർഡ്സ്, നിങ്ങൾക്ക് പറയാനുള്ളത് തുറന്ന് പറയൂ. ഓക്കെ, പല പ്രേക്ഷകരും പറയാനുള്ള കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കും, അവർക്ക് പറയാൻ പറ്റാറില്ല. ഓക്കെ, ചില പ്രേക്ഷകർ സ്നേഹബന്ധങ്ങളെ നിലനിർത്താൻ വേണ്ടി പറയാറില്ല, ചില പ്രേക്ഷകർക്ക് പറയാനുള്ള ഗട്ട്സ് ഉണ്ടാവാറില്ല. ഓക്കെ, പക്ഷെ ഇവിടെ പറയുന്നത് നിങ്ങളുടെ സത്യം എന്ത്, നിങ്ങൾ എന്താണ് അറിയിക്കാൻ ആഗ്രഹിക്കുന്നത്, എന്തുമായിക്കോട്ടെ, ഓക്കെ, അത് പറയൂ. ഓക്കെ, യെസ്, 4 ഓഫ് കപ്സ്. ഏറെ റിഗ്രറ്റ്, ഏറെ ഗിൽട്ട് നിങ്ങൾക്കുണ്ട്. ഞാനിത് ചെയ്തായിരുന്നെങ്കിൽ എനിക്കിത് സംഭവിക്കില്ലായിരുന്നു. ഓക്കെ, ഞാനിത് ചെയ്തില്ലായിരുന്നെങ്കിൽ ഇന്ന് ലൈഫ് ഇത്രയും കൂടി നന്നായനെ. ഓക്കെ, ഞാൻ ഈ ഒരു കാര്യം ഏറ്റെടുത്തായിരുന്നെങ്കിൽ ഇന്ന് ഇത്രയും കൂടി ബെറ്റർ ആയിരുന്നേ. ഒത്തിരി റിഗ്രറ്റ്സ് നിങ്ങളുടെ മനസ്സിലുണ്ട്, ഒത്തിരി ഗിൽട്ട് നിങ്ങളുടെ മനസ്സിലുണ്ട്. ആൻഡ് ഐ ഡു ബിലീവ് ദാറ്റ് ഈ ഒരു വീഡിയോ കാണുന്ന പ്രേക്ഷകർ ഏറെ ടാരോ റീഡിങ്സ് ചെയ്യുന്നവരാണ്. ദാറ്റ് ഈസ് ഐദർ നിങ്ങൾക്ക് വേണ്ടി തന്നെ നിങ്ങളുടെ കയ്യിൽ ടാരോ കാർഡ്സ് ഉണ്ട്, നിങ്ങൾ ടാരോ റീഡിങ് ചെയ്യുന്നവരാണ്. അല്ല എന്നുണ്ടെങ്കിൽ പല ടാരോ കാർഡ് റീഡേഴ്സിൻ്റെ അടുത്ത് റീഡിങ് എടുക്കുന്നവരാണ്. ഓക്കെ, അത് തന്നെ നിങ്ങളുടെ ഡിസ്റപ്റ്റീവ് എനർജി ആണ് കാണിക്കുന്നത്. ഓക്കെ, സോ ഇവിടെ പറയുന്നത് ശാന്തമായിരിക്കൂ. ഓക്കെ, വെള്ളമേറി കുടിക്കൂ. നിങ്ങളുടെ ഇമോഷണൽ ബാലൻസ് ആണ് ഇവിടെ വേണ്ടത്. മെഡിറ്റേഷൻ ചെയ്യുന്നതും എക്സസൈസ് ചെയ്യുന്നതും ഈ ഗ്രൂപ്പിലെ പ്രേക്ഷകർക്ക് ഏറെ നല്ലതാണ്. മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റാത്ത പ്രേക്ഷകർ അറ്റ്ലീസ്റ്റ് ഓം ചൊല്ലൂ. എത്ര തവണ ചൊല്ലാൻ പറ്റും അത്രയും തവണ ചൊല്ലൂ. ബിക്കോസ് ഓം എന്ന എനർജി ലവിങ് എനർജിയാണ്. ഓക്കെ, നിങ്ങളുടെ തേർഡ് ഐ ചക്ര മാത്രം ഓപ്പൺ ചെയ്ത് തരുന്ന ഒരു എനർജി അല്ല, നിങ്ങളുടെ ഹോൾ ശരീരത്തിൽ ലവ് ഫ്രീക്വൻസി കൂട്ടുന്ന ഒരു മന്ത്രമാണ് ഓം. സോ ആ ഓം മന്ത്രത്തെ നിങ്ങളുടെ ഡെയിലി ലൈഫിൽ നിങ്ങൾ എങ്ങനെ ചായ കുടിക്കുന്നു, കോഫി കുടിക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, വെള്ളം കുടിക്കുന്നു, അതുപോലെ തന്നെ ഓം മന്ത്ര നിങ്ങളുടെ ഡെയിലി ലൈഫിലെ ഒരു ഘടകം ആക്കി മാറ്റും. ഓക്കെ, ഓൾറൈറ്റ്, വാട്ട് എൽസ്? പേജ് ഓഫ് സോർഡ്സ്. സി, സത്യത്തെ അംഗീകരിക്കാൻ പഠിക്കൂ. ഓക്കെ, യെസ്, ട്രൂത്ത് വളരെ ഹാർഷാണ്. ഓക്കെ, എപ്പോഴൊക്കെ സത്യങ്ങൾ നമ്മുടെ മുമ്പിൽ വരുന്നു അത് നമുക്ക് വളരെയധികം ബുദ്ധിമുട്ട് കൊണ്ടുവരാറുണ്ട്. പക്ഷേ സത്യത്തെ നിങ്ങൾ അംഗീകരിക്കാൻ പഠിക്കുമ്പോൾ, സത്യത്തിന് വേണ്ടി നിൽക്കാൻ പഠിക്കുമ്പോൾ, സത്യത്തെ ഒരു ഭീകര രൂപമായിട്ട് കാണാതിരിക്കുമ്പോൾ, ഓക്കെ, ബിക്കോസ് സത്യം എപ്പോഴും നിങ്ങളെ വെളിച്ചത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഓക്കെ, എപ്പോഴും നിങ്ങളുടെ ലക്ക് വർദ്ധിക്കുന്നത് സത്യമാണ്, ഹോണസ്റ്റി. ഓക്കെ, സോ അതിനെ ഒരു കൂടപ്പറപ്പായി കാണും. ഓക്കെ, നൈറ്റ് ഓഫ് കപ്സ്.
ഇവിടെ ഒരു അഡ്വൈസ് എന്ന് പറയുന്നത്, നിങ്ങളുടെ ഇമോഷൻസ് നിങ്ങൾ ദേഷ്യം വരുമ്പോഴോ അല്ലെങ്കിൽ ഏറെ സങ്കടം വരുമ്പോൾ നിങ്ങൾ ആരോടെങ്കിലും പറയാറുണ്ട്. പക്ഷെ ആരോടാണ് പറയുന്നത്? ഓക്കെ, നിങ്ങളുടെ മുമ്പിലിരിക്കുന്ന ആൾ നിങ്ങളുടെ ഇമോഷൻസ് എടുക്കാൻ പറ്റുന്ന ആളാണോ? അത് കുഞ്ഞുങ്ങളായിക്കോട്ടെ, നിങ്ങളുടെ ഹസ്ബൻഡ്, നിങ്ങളുടെ വൈഫ്, നിങ്ങളുടെ ഫ്രണ്ട്സ്, നിങ്ങളുടെ അമ്മ അച്ഛന്മാർ, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സ്. പക്ഷെ അവരോട് പറഞ്ഞാൽ അവർക്ക് നിങ്ങളുടെ വിഷമം മനസ്സിലാകുമോ എന്നത് നോക്കൂ. കാരണം എന്നെ കാണിക്കുന്നത് നമ്മൾ ബോൾ കളിക്കുന്നത്, റൈറ്റ്? സോ ബോൾ നിങ്ങൾ എറിയുമ്പോൾ അത് ബാറ്റിലല്ല കൊള്ളുന്നത്, പക്ഷേ ഒരു ഭിത്തിയിലാണെങ്കിൽ അതെപ്പോഴും ഭിത്തിയിൽ കൊള്ളും തിരിച്ചു വരും, ഭിത്തിയിൽ കൊള്ളും തിരിച്ചു വരും. ഒരു ബാറ്റിൽ കൊണ്ടാൽ മാത്രമേ അത് എത്തേണ്ട ലക്ഷ്യത്തിലെത്തൂ. ഓക്കെ, സോ ഇവിടെ പറയുന്നത് നിങ്ങളുടെ ഇമോഷൻസ് നിങ്ങൾ പറയുന്നത് ആരോടാണ് അത് ശ്രദ്ധിക്കൂ. നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്ന ആളോട് മാത്രം പറയൂ. വെറുതെ അതിനെ സ്കാറ്റർ ചെയ്യാതിരിക്കൂ. കാരണം ആ ഇമോഷൻസ് സ്കാറ്റർ ആകുമ്പോഴും നിങ്ങളുടെ എനർജിയാണ് ഇല്ലാതായി പോകുന്നത്. എനർജി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, മനസ്സിലാക്കൂ. ഓക്കെ, ദ മൂൺ കാർഡ്. നിങ്ങൾക്ക് ശരിയാവുന്ന ആൾക്കാർ ആരൊക്കെ, അത് ശ്രദ്ധിക്കൂ. ഓക്കെ, വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇവിടെ എനിക്ക് ഓർമ്മ വരുന്നത്, ഞാൻ ടാരോ വർക്ക്ഷോപ്പ് എടുക്കുമ്പോൾ എൻ്റെ ഒരു സ്റ്റുഡൻറ്റ്, ഓക്കെ, സോ സ്റ്റുഡൻറ്റിന് ഒരു ടാരോ റീഡിങ് എടുക്കുകയാണ് ആസ് എ ക്ലാസ്. സോ എടുക്കുമ്പോൾ ഞാനൊരു കാര്യം അവരുടെ വളരെ അടുത്തുള്ള ഒരു റിലേറ്റീവിനെ പറ്റി പറഞ്ഞു. അവർ അംഗീകരിക്കാനേ തയ്യാറല്ല. ഓക്കെ, ഒരിക്കലും അത് അവർ ചെയ്യില്ല. സോ അതാണ് ഇവിടെയും സംഭവിക്കുന്നത്. നിങ്ങൾ ചില ആൾക്കാരെ അങ്ങേയറ്റം വിശ്വസിക്കുന്നു, ഇവർ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാകും, അല്ലെങ്കിൽ ഇവർ എനിക്കെതിരെ പോകില്ല. ഡിവൈൻ നിങ്ങളോട് പറയുന്നത്, ശരിക്കും ടെസ്റ്റ് ചെയ്യൂ ആരാണ് നിങ്ങൾക്കൊപ്പം നിൽക്കുന്നത്, ആരല്ല. ഒരു ചെറിയ റെഡ് ഫ്ലാഗ് മീൻസ് റെഡ് ഫ്ലാഗ്. ഓക്കെ, റെഡ് ഫ്ലാഗിൻ്റെ ഭാഗങ്ങൾ കഷ്ണമാക്കി എടുക്കാൻ പറ്റില്ല. സോ റെഡ് ഫ്ലാഗ് ഈസ് റെഡ് ഫ്ലാഗ്. അതാണ് ഇവിടെ പറയുന്നത്. സോ ഒരാൾ നിങ്ങളെ റെഡ് ഫ്ലാഗ് കാണിച്ചാൽ പിന്നെയും ശ്രദ്ധിക്കൂ ആളുടെ നെക്സ്റ്റ് മൂവ് എന്താണ്. ഓക്കെ, എപ്പോഴും ആ ഒരു ശ്രദ്ധ ഉണ്ടായിരിക്കേണ്ടതാണ്. ബിക്കോസ് ഇവിടെ നിങ്ങളുടെ ഇമോഷണൽ ഹാപ്പിനെസ്സിനാണ് ഇമ്പോർട്ടൻസ്, മറ്റാൾക്കാരുടെ അല്ല. ഓക്കെ, സോ വളരെ ഇമോഷണൽ റീഡിംഗ് ആണ് ആൻഡ് ഹാർഷ് റീഡിംഗ് ആണ്. ബിക്കോസ് എന്ത് സ്പിരിറ്റ് ഗൈഡ്സ് എനിക്ക് ഇൻഫർമേഷൻ തരുന്നു അത് തന്നെയാണ് ഞാൻ പറയേണ്ടത്. ആൻഡ് അതാണ് ഞാൻ പറയുന്നത്. ലവേഴ്സ്, സോ ചോയ്സ് ഈസ് യോഴ്സ്. ഓക്കെ, ലവർ കാർഡാണ്, ചോയ്സ് നിങ്ങളുടേതാണ്. സി, നിങ്ങൾക്കറിയാം എന്താണ് വേണ്ടത്, പക്ഷേ നിങ്ങൾ എടുക്കുന്ന ഡിസിഷൻ അല്ല. എന്നെ എത്ര വിഷമിപ്പിച്ചാലും എനിക്ക് അവരില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്നത് നിങ്ങളുടെ ചോയ്സ് ആണെങ്കിൽ നിങ്ങൾ തയ്യാറായി ഇരിക്കുക. ദാറ്റ് അവർ നിങ്ങൾക്ക് തരുന്ന ചതി വഞ്ചന നിങ്ങൾ എടുക്കും. നിങ്ങൾ സ്ട്രോങ് ആണ് ആൻഡ് നിങ്ങൾക്കൊരു ആപത്തും വരില്ല. ഓക്കെ, പക്ഷേ അല്ല, എനിക്ക് ചതി വഞ്ചന തരുന്ന ആൾ എൻ്റെ എത്ര വലിയ കൂടപ്പറപ്പാണെങ്കിൽ പോലും ഞാൻ ആ ആളെ അകറ്റി നിർത്തും എന്നുള്ള ചോയ്സാണ് നിങ്ങൾ എടുക്കുന്നെങ്കിൽ ദെൻ അതിൽ ഉറച്ചു നിൽക്കുക. അതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, സോ ഷുഡ് ഐ ടേക്ക് ആൻ അനദർ കാർഡ്? നോ. സോ ഇതിൽ നിർത്തുകയാണ്. ഓക്കെ, വളരെ ഇമോഷണൽ റീഡിംഗ് ആയിരുന്നു. ഓക്കെ, എന്നാൽ പോലും ഐ തിങ്ക് ഏറെ പ്രേക്ഷകർ വളരെ വളരെ ഇമോഷണൽ പീരീഡിലൂടെയാണ് ഇപ്പോൾ പോകുന്നത്. നിങ്ങളുടെ വിഷമം, നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കും. പക്ഷേ ഒരു കാര്യം കൂടി മനസ്സിലാക്കൂ, ഈ ബുദ്ധിമുട്ടുകളിൽ ബുദ്ധി ഉപയോഗിച്ച് പ്രവർത്തിക്കുക. എന്ത് കാര്യത്തിലും ബുദ്ധി ഉപയോഗിച്ച് പ്രവർത്തിക്കുക. സോ ഗൈസ്, ഇതാണ് ഇമോഷണൽ റീഡിങ് ഐ വുഡ് സേ. ബിക്കോസ് ഈ ഒരു റീഡിങ് ഞാനും എക്സ്പെക്റ്റ് ചെയ്തതല്ല. ബട്ട് ക്ലിയർലി നിങ്ങളിൽ പലരും ഇമോഷണലി ഡ്രെയിൻഡ് ആണ്, സ്ട്രെസ്ഡ് ആണ്. നിങ്ങളുടെ എനർജി, നിങ്ങളുടെ ബോഡിക്ക് തന്നെ നിങ്ങളുടെ ഇമോഷണൽ ഡ്രെയിനേജ് എടുക്കാൻ പറ്റുന്നില്ല. ഓക്കെ, അത്രമാത്രം നിങ്ങളുടെ എനർജി ഡ്രെയിൻ ആയിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിലാക്കൂ, നിങ്ങളുടെ ബോഡി അത് താങ്ങില്ല. ഓക്കെ, സോ എത്രയും പെട്ടെന്ന് റിലീസ് ചെയ്യൂ. സോൾട്ട് വാട്ടർ ബാത്ത് ഫോർ ദ നെക്സ്റ്റ് 7 days കണ്ടിന്യൂസ്ലി എടുക്കൂ. ഓക്കെ, നിങ്ങളുടെ കുളിക്കുന്ന വെള്ളത്തിൽ ഇത്തിരി കല്ലുപ്പിട്ട് കുളിക്കൂ. ദെൻ നോർമൽ വെള്ളത്തിലും കുളിക്കൂ. ഓക്കെ, കണ്ടിന്യൂസ്ലി 7 ദിവസം ചെയ്യൂ.
പകുതി ആശ്വാസം നിങ്ങൾക്ക് അവിടെ കിട്ടും. ബാക്കി ഈ റീഡിങ്ങിൽ പറഞ്ഞ അതേപോലെ ചെയ്യും. ഓക്കെ, ആൻഡ് ഐ റിയലി ഹോപ്പ് നിങ്ങളുടെ എല്ലാ വിഷമങ്ങളും മാറിപ്പോകട്ടെ. ഈ റീഡിങ് നിങ്ങൾ ആസ് മച്ച് ആസ് ഷെയർ ചെയ്യുക. കാരണം ഏതൊക്കെ പ്രേക്ഷകർ ഈ ഒരു അനുഭവത്തിലൂടെ പോകുന്നു അവർക്കൊരു റിലാക്സേഷൻ ലഭിക്കാനാണ്, അവർക്ക് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഗൈഡ്സ് തന്നിരിക്കുന്നത്. ഓക്കെ, സോ അത് ഷെയർ ചെയ്യുക. ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രേക്ഷകർ ഈ വീഡിയോ നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ആൻഡ് എൻ്റെ മറ്റ് വീഡിയോസ് നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് സബ്സ്ക്രൈബ് ചെയ്ത എല്ലാ പ്രേക്ഷകർക്കും താങ്ക് യു സോ മച്ച്. See you in my next video, guys.